ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്യാമവർണ്ണൻ കഥ കേൾക്കാം. ശ്യാമവർണ്ണൻ എല്ലാവരും കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ചാനലിലൂടെ വായിച്ച മറ്റു പുസ്തകങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശ്യാമവർണ്ണൻ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ശ്യാമവർണ്ണൻ എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ദേവ്ദത്ത് പട്നായിക്, മലയാളത്തിലുള്ള വിവർത്തനം ശ്രീലത എസ്, ഓഡിയോ കൃഷ്ണകുമാരി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഹരേ കൃഷ്ണ. പൂച്ചയും കുരങ്ങും. സാന്ദീപനി ഒരിക്കൽ തൻ്റെ വിദ്യാർത്ഥികൾക്ക് ഒരു കുരങ്ങിനെയും അതിൻ്റെ കുഞ്ഞിനെയും ഒരു പൂച്ചയെയും അതിൻ്റെ കുട്ടിയെയും കാണിച്ചു കൊടുത്തു. ചുറ്റി നടക്കുന്ന തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ കുട്ടിക്കുരങ്ങ് ഇറുക്കി പറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ പൂച്ചക്കുട്ടി തൻ്റെ മാതാവെത്തി തന്നെ സുരക്ഷിതത്വത്തിലേക്ക് എത്തിക്കുവോളം നിസ്സഹായതയോടെ കാത്തിരുന്നു. നിങ്ങൾ എങ്ങനെയുള്ള നേതാക്കന്മാർ ആയിരിക്കും? സാന്ദീപിനി രണ്ട് സഹോദരന്മാരോടും ചോദിച്ചു. ഒരു കുട്ടിക്കുരങ്ങിനെ പോലെ തന്നോട് സജീവമായി ഒട്ടിപ്പിടിച്ച് നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്ന അനുയായികളെയാണോ, അതോ ഒരു പൂച്ചയെപ്പോലെ നിസ്സഹായരായ അനുയായികളെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കുമോ? ലോകം വൈവിധ്യമാർന്നതാണ്. എല്ലാവർക്കും ഒരു കുരങ്ങനോ പൂച്ചയോ ആകുവാൻ കഴിയില്ല. കുരങ്ങൻ കുഞ്ഞിന് ഞാൻ ഒരു കുരങ്ങനായിരിക്കും, പൂച്ചക്കുട്ടിക്ക് ഞാനൊരു പൂച്ചയും, ശ്യാം മറുപടി പറഞ്ഞു. 15-ാം നൂറ്റാണ്ടിൽ തമിഴ് ശ്രീ വൈഷ്ണവ ബ്രാഹ്മണരുടെ ഇടയിൽ ഒരു പരസ്പര പൂരകങ്ങളായ പാരമ്പര്യങ്ങൾക്ക് പ്രചാരം സിദ്ധിച്ചിരുന്നു. വേദാന്ത ദേശികൻ്റെ ഭാഗഭക്കാകുന്ന ഭക്തിയുടെ തരത്തിലുള്ള കുരങ്ങൻ സിദ്ധാന്തവും അല്ലെങ്കിൽ മർക്കട കിശോരൻ ന്യായം, മണവാള മുനിയുടെ എതിർക്കാത്ത ഭക്തിപുരസ്സര കീഴടങ്ങലിൻ്റെ പൂച്ച സിദ്ധാന്തവും മാർജാര കിശോര ന്യായം ബ്രാക്കറ്റിൽ കൃഷ്ണഗോപാലനെ വിദ്യാഭ്യാസം കൃഷ്ണ വസുദേവനാക്കി രൂപാന്തരം പ്രാപിപ്പിക്കുന്നു. രണ്ട് രൂപങ്ങളിലും അവൻ കൃഷ്ണനാണ്, ഇരുണ്ട നിറമുള്ളവൻ. അടുത്ത ഭാഗം പരശുരാമൻ. ജനതതി 4 തരം സമൂഹങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണെന്ന് സാന്ദീപനി വിശദീകരിച്ചു. ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ, ഭൂമിയെ നിയന്ത്രിക്കുന്നവർ, വ്യാപാര സ്ഥലങ്ങളിൽ ക്രയവിക്രയം നടത്തുന്നവർ, സേവനങ്ങൾ നൽകുന്നവർ. ഇവർ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യന്മാരും ശൂദ്രന്മാരുമാണ്. ക്ഷത്രിയന്മാർ ദാനം നൽകുന്ന പശുക്കളെ കൊണ്ടാണ് ബ്രാഹ്മണർ ജീവിച്ചു വരുന്നത്. ക്ഷത്രിയർ ഭൂമിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. വൈശ്യന്മാർ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭം കൊണ്ട്, ശൂദ്രന്മാർ സേവനങ്ങൾക്ക് ലഭിക്കുന്ന വേതനം കൊണ്ടും ജീവിച്ചു വരുന്നു. ഒരിക്കൽ ജമദഗ്നി എന്നു പേരായ ബ്രാഹ്മണൻ്റെ ഉടമസ്ഥതയിലുള്ള പശുക്കളെ കാർത്താവീര്യ അർജുനൻ എന്ന് വിളിച്ചിരുന്ന ഒരു രാജാവ് ആഗ്രഹിച്ചു. ബലം പ്രയോഗിച്ച് പശുക്കളുടെ മേൽ അവകാശം ഉന്നയിക്കാനും ശ്രമിച്ചു. ജമദഗ്നിയുടെ പുത്രൻ പരശുരാമൻ രാജാവിനെ തടഞ്ഞു. തുടർന്ന് യുദ്ധം നടന്നു. പരശുരാമൻ ഒരു മഴുകൊണ്ട് രാജാവിനെ പ്രഹരിച്ച് വധിച്ചു. ക്ഷത്രിയന്മാർ കോപാകുലരായി ജമദഗ്നിയെ വധിച്ചു. ഇത് പരശുരാമനെ അങ്ങേയറ്റം കോപാക്രാന്തനാക്കി. അയാൾ ഭൂമിയിലുള്ള എല്ലാ ക്ഷത്രിയന്മാരെയും വധിച്ചു. കാരണം അവർ സാമൂഹ്യ നിയമം അലങ്കോലപ്പെടുത്തി. ഭൂമി രക്തം കൊണ്ട് കുതിർന്നു. ക്ഷത്രിയർ തങ്ങളുടെ പെരുമാറ്റ സംഹിത ലംഘിച്ചതിന് അവരെ ശിക്ഷിക്കുന്നതിനായി പരശുരാമൻ ബ്രാഹ്മണരുടെ പെരുമാറ്റ സംഹിത ലംഘിച്ചു. അത് എങ്ങനെയാണ് നിയമം പുനഃസ്ഥാപിക്കലാകുന്നത്? ശ്യാം ചോദിച്ചു. ഗോപാലക രാജകുമാരൻ്റെ ജ്ഞാനം കണ്ട് സാന്ദീപനി പുഞ്ചിരിച്ചു. വാസ്തവമായും മാർഗം ലക്ഷ്യത്തെ സ്വാധൂകരിക്കുന്നുണ്ടോ? താൻ ചെയ്തു കൂട്ടിയത് ശരിയല്ലെന്ന് പരശുരാമൻ തിരിച്ചറിഞ്ഞു. അയാൾ സമൂഹത്തിൽ നിന്ന് സ്വയം ഭ്രഷ്ട് കൽപ്പിച്ച് തൻ്റെ മഴു കടലിലേക്ക് എറിഞ്ഞു. ഉഗ്രഭീതിയിൽ കടൽ പിന്നോക്കം മാറി. അങ്ങനെ മണൽ കൊണ്ട് പൊതിയപ്പെട്ട കടൽ തീരവും കേരവൃക്ഷങ്ങളും നിലവിൽ വന്നു.
അയാൾ പോകുന്നതിന് മുൻപ് അനേകം ആളുകളെ ധർമ്മസംഹിത ഉയർത്തിപ്പിടിക്കുന്നതിന് പരിശീലിപ്പിച്ചു. ബ്രാഹ്മണരെ പോലെ പെരുമാറുന്നതിനും ക്ഷത്രിയന്മാർ ക്ഷത്രിയന്മാരായും വൈശ്യന്മാർ വൈശ്യന്മാരായും ശൂദ്രന്മാർ ശൂദ്രന്മാരായും പെരുമാറുന്നതിനും. പക്ഷെ ഒരിക്കലും നിയമങ്ങൾ അനുസരിക്കുക എന്നത് ധർമ്മത്തിൻ്റെ യഥാർത്ഥ സത്ത അല്ല. ശ്യാം എതിർപ്പ് പ്രകടിപ്പിച്ചു. ധർമ്മത്തിൻ്റെ സത്ത കാടിൻ്റെ നിയമം തകിടം മറിക്കുക എന്നതാണ്. അങ്ങനെ ശക്തിയുള്ളവർ ദുർബലരെ പരിപാലിക്കുക എന്നതാണ്. അതാണ് അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നിന്റെ അമ്മയ്ക്ക് ജമദഗ്നിയേക്കാൾ വിവേകമുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു സുന്ദരനായ ഗന്ധർവൻ നദിയിൽ കുളിക്കുന്നത് ജമദഗ്നിയുടെ പത്നി രേണുക കാണാനിടയായെന്നും ഒരു നിമിഷത്തേക്ക് അവൾ അവനെ മോഹിച്ചു പോയെന്നും ഋഷി അറിയാനിടയായി. കോപമൂത്ത അയാൾ തൻ്റെ പുത്രനോട് സ്വന്തം മാതാവിൻ്റെ ശിരച്ഛേദം നടത്തുവാൻ ആജ്ഞാപിച്ചു. പരശുരാമൻ ചോദ്യം ചെയ്യാതെ ഇതനുസരിച്ചു. പിന്നീട് തൻ്റെ നിർദ്ദയത്വത്തിൽ പശ്ചാത്തപിച്ച ജമദഗ്നി തൻ്റെ പത്നിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. പക്ഷെ നടക്കേണ്ട ഹാനി നടന്നു കഴിഞ്ഞിരുന്നു. മനുഷ്യരുടെ ബുദ്ധിഹീനത മനസ്സിലാക്കുന്നതിൽ അയാൾ പരാജയപ്പെട്ടു. തൻ്റെ കോപം നിയന്ത്രിക്കുന്നതിൽ അയാൾ പരാജയപ്പെട്ടു. നിയമങ്ങൾ ഒഴിയാബാധ എന്നതുപോലെ കൊണ്ടു നടന്നിരുന്നതിനാൽ നിയന്ത്രിക്കുന്നതിന് അയാൾ തൻ്റെ ശക്തി ഉപയോഗിച്ചു, ഒരു ക്ഷത്രിയനെ പോലെ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അയാൾ അവസാനം അത്ര അക്രമാസക്തമായ മരണം നേരിടേണ്ടി വന്നത്. ഇപ്പോൾ പരശുരാമൻ എവിടെയുണ്ട്? ബലരാമൻ ചോദിച്ചു. നമുക്ക് അറിയില്ലാത്ത മറ്റെവിടെയോ ആണ്. നിങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യരെ കാണുമായിരിക്കും. ഭീഷ്മൻ, ദ്രോണൻ, കർണൻ അവർ എല്ലാവരും മഹാന്മാരായ യോദ്ധാക്കളാണ്. പക്ഷേ അവർ സാധുക്കളായവരെ ശക്തരിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ടോ? അവർ വെറുപ്പില്ലാതെ യുദ്ധം ചെയ്യുന്നുണ്ടോ? സാന്ദീപനി ഉത്തരം പറഞ്ഞില്ല. പരശുരാമൻ വിഷ്ണുവിൻ്റെ ഒരു അവതാരമായിരുന്നു. അക്രമവുമായി ബന്ധപ്പെട്ട ഒരു അവതാരം. പിതാവിൻ്റെ ആജ്ഞകൾ പ്രകാരം സ്വന്തം മാതാവിൻ്റെ ശിരസ് ഛേദിക്കുന്നു. ന്യായരഹിതരായ ക്ഷത്രിയരെ വധിക്കുന്നു. കേരള കൊങ്കൺ തീരങ്ങൾ പരശുരാമനാൽ സ്ഥാപിതമായ ഭൂമിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും രക്തത്തിൻ്റെ സങ്കരങ്ങളായ അനേകം സമൂഹങ്ങളെന്ന് ആരോപിക്കപ്പെടുന്നവർ പരശുരാമനിൽ നിന്നാണ് തങ്ങളുടെ വംശപരമ്പര ഉണ്ടായതെന്ന് അവകാശവാദം ഉന്നയിക്കുന്നുമുണ്ട്. വേദകാല ചരിത്രത്തിൽ യജ്ഞങ്ങൾ നടത്തി വന്നിരുന്ന ബ്രാഹ്മണരുടെയും വില്ലുകുലയ്ക്കുന്ന ക്ഷത്രിയരുടെയും ഇടയിൽ സംഘർഷം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം പരശുരാമൻ്റെ കഥ വെളിപ്പെടുത്തുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ആജ്ഞാനുസരണം തൻ്റെ പുത്രനാൽ ശിരസ് ഛേദിക്കപ്പെടുകയും പിന്നെ തൻ്റെ പുത്രൻ്റെ തന്നെ ആഗ്രഹത്താലും ഭർത്താവിൻ്റെ ശക്തിയാലും പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ചെയ്ത രേണുക എല്ലമ്മ ദേവിയായി മഹാരാഷ്ട്രത്തിലും കർണാടകത്തിലും ആരാധിക്കപ്പെടുന്നുണ്ട്. അടുത്ത ഭാഗം പാഞ്ചജന്യം. തങ്ങളുടെ ഗുരുവിനെ ആശ്ചര്യഭരിതനാക്കിക്കൊണ്ട് ഇരു സഹോദരന്മാരും വെറും 64 ദിവസങ്ങൾ കൊണ്ട് തങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. യജ്ഞം പൂർണ്ണമായി. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് വിജ്ഞാന കുതുകികളായ തൻ്റെ വിദ്യാർത്ഥികൾക്ക് സാന്ദീപനി അറിവ് പകർന്നു കൊടുത്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്ത് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് തിരികെ ഗുരുദക്ഷിണ നൽകേണ്ടുന്ന സമയം സമാഗതമാകുന്നു. അങ്ങ് എന്താണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും. ഇരു സഹോദരന്മാരും ഗുരുവിനോട് പറഞ്ഞു. എനിക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ആർക്കും നൽകാൻ സാധിക്കാത്ത ഒന്നാണ്. എനിക്ക് ആകെ വേണ്ടത് എൻ്റെ പുത്രൻ തിരികെ വരണമെന്നത് മാത്രമാണ്, ഗുരു പറഞ്ഞു. പ്രഭാസം എന്ന സ്ഥലത്ത് കടൽക്കര സന്ദർശിച്ച വേളയിൽ ഞങ്ങൾക്ക് അവനെ കടലിൽ നഷ്ടപ്പെട്ടുപോയി. എങ്കിൽ ഞങ്ങൾ അവനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇരു സഹോദരന്മാരും പടിഞ്ഞാറു ഭാഗത്ത് കടൽ തീരത്തേക്ക് പുറപ്പെട്ടു. കടലിൻ്റെ അടിനിരപ്പിൽ ഒരു ശംഖിൻ്റെ രൂപത്തിൽ കഴിയുന്ന പാഞ്ചജനൻ എന്ന ഒരു അസുരൻ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് കടലിൻ്റെ ദൈവമായ
വരുണനിൽ നിന്ന് അവർ മനസ്സിലാക്കി. ഭൂമിദേവിക്ക് വേണ്ടി കടലിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് പോയ വരാഹത്തിനെ പോലെ തൻ്റെ ഗുരുവിൻ്റെ പുത്രനെ അന്വേഷിച്ച് ശ്യാമും കടലിലേക്ക് മുങ്ങാങ്കുഴിയിട്ടു. കടൽ നിരപ്പിൽ അവൻ പാഞ്ചജനനെ കണ്ടെത്തി. തൻ്റെ ഗുരുവിൻ്റെ പുത്രനെ മടക്കി വേണം എന്ന് അധികാരപൂർവം ആവശ്യപ്പെട്ടു. അനുസരിക്കുന്നതിനു പകരം ആ രാക്ഷസൻ ശ്യാമിനെ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിച്ചു. അതിൽ ശ്യാം വിജയശ്രീലാളിതനായി ബാലകനെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് അസുരനെ നിർബന്ധിതനാക്കി. യമൻ്റെ രാജ്യത്തിൽ അസുരൻ പറഞ്ഞു, ശ്യാം പിന്നെ ആ ശംഖുരാക്ഷസനെ ഒരു ശംഖുകൊമ്പാക്കി മാറ്റി അതിൻ്റെ പാഞ്ചജന്യം എന്ന് പേരും നൽകി. താൻ യമൻ്റെ രാജ്യത്തേക്ക് യാത്ര തുടങ്ങുകയാണ് എന്നും ലോകത്തോട് പ്രഖ്യാപിക്കുന്നതിനായി അത് മുഴക്കുകയും ചെയ്തു. ശ്യാമിൻ്റെ മുന്നിൽ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. തൻ്റെ അധ്യാപന വേതനം ഗുരുദക്ഷിണ നൽകുന്നതിനായി അവൻ തീരുമാനിച്ചുറച്ചിരുന്നു. ഒരു മനുഷ്യജീവിക്കും ചെയ്യുവാൻ സാധിക്കാത്തത് അവന് ചെയ്തേ മതിയാവൂ. വൈതരണി ജീവിച്ചിരിക്കുന്നവരുടെ ലോകവും മരിച്ചുപോയവരുടെ ലോകവും തമ്മിൽ തിരിക്കുന്ന നദി മുറിച്ചു കടന്ന് യമൻ്റെ രാജ്യത്തിൽ നിന്ന് ബാലകനെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒന്ന് ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും മരിച്ചവരുടെ രാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ശ്യാം അത് ചെയ്തു. ശ്യാമിൻ്റെ സൗന്ദര്യത്തിൽ യമൻ അത്രത്തോളം മുഗ്ധനായി പോയതിനാൽ മരിച്ചുപോയ ബാലകൻ ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തേക്ക് മടങ്ങിപ്പോകുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചതേയില്ല. തൻ്റെ പുത്രനെ കണ്ടപ്പോൾ സാന്ദീപനിയുടെ ആഹ്ലാദത്തിന് അതിരുണ്ടായില്ല. തൻ്റെ പുത്രനെ മടക്കിക്കൊണ്ടുവന്നതിൽ അയാൾ ശ്യാമിനെയും ബലരാമനെയും അനുഗ്രഹിച്ചു. ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ അവർക്ക് വിജയം ആശംസിക്കുകയും ചെയ്തു. പാഞ്ചജന്യം ചിലപ്പോൾ ശംഖ്, അസുരൻ അഥവാ ശംഖുരാക്ഷസൻ എന്നറിയപ്പെടുന്നു. സാന്ദീപനിയുടെ പുത്രൻ നഷ്ടപ്പെട്ടത് പ്രഭാസത്തിൽ വെച്ചാണ്. കൃഷ്ണൻ അവസാനം ഒരു വീട് സജ്ജീകരിക്കുകയും പിന്നെ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്ന ഇന്ത്യയുടെ ഈ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യമായി മനസ്സിലാക്കുന്നത് ഇവിടെയാണ്. 9-ാം നൂറ്റാണ്ടിലെ തമിഴ് കവയിത്രിയായ ആണ്ടാൾ വിഷ്ണുവിനോടുള്ള തീവ്ര സ്നേഹം അവരെ ദേവിയും വിഷ്ണുവിൻ്റെ പങ്കാളിയുമാക്കി പരിവർത്തനപ്പെടുത്തുന്നുണ്ട്. നാച്ചൈർ തിരുമൊഴി എന്ന തൻ്റെ സമാഹാരങ്ങളിൽ കൃഷ്ണൻ്റെ വായയുടെ സൗരഭ്യം എന്തായിരിക്കും എന്ന് വിസ്മയിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ അവൻ്റെ ശംഖായ പാഞ്ചജന്യത്തോട് ചോദിക്കുന്നു, അത് കർപ്പൂരത്തിൻ്റെ മണമായിരിക്കുമോ അതോ താമരയുടേതോ? അവൻ്റെ പവിഴച്ചുവപ്പ് വായ അത് ആസ്വാദ്യമായിരിക്കുമോ? ഗ്രീക്ക് നായകന്മാർ മരിച്ചവരുടെ ലോകം സന്ദർശിക്കുകയും അവിടെയുള്ള ആത്മാക്കളുമായി സംഭാഷണം നടത്തുകയും ചെയ്യും. ഈ കഥ ഗ്രീക്ക് സ്വാധീനം വ്യക്തമായും എടുത്തു കാണിക്കുന്നുണ്ട്. മരിച്ചുപോയവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഈ കഥയിലൂടെ കൃഷ്ണൻ ദൈവമായി. അന്തരീക്ഷത്തിൻ്റെയും സമയത്തിൻ്റെയും നിയമങ്ങൾ മാറ്റുന്നതിന് കഴിവുള്ള ഒരുവനായി സ്ഥാപിക്കപ്പെടുന്നു. അവൻ എല്ലാ ദൈവങ്ങളെയും തോൽപ്പിക്കുന്നുണ്ട്. ബ്രഹ്മാവ്, ഇന്ദ്രൻ, അഗ്നി, യമനെ പോലും. അടുത്ത ഭാഗം ദേവകിയുടെ 6 പുത്രന്മാർ. ശ്യാം എങ്ങനെയാണ് സാന്ദീപനിയുടെ പുത്രനെ യമലോകത്ത് നിന്ന് തിരിച്ചെത്തിച്ചത് എന്ന് മനസ്സിലാക്കിയ ദേവകി കംസനാൽ വധിക്കപ്പെട്ട തൻ്റെ 6 പുത്രന്മാരെക്കുറിച്ച് ചിന്തിച്ചു. ദേവകിയുടെ ചിന്തകൾ ഊഹിച്ചെടുത്ത കൃഷ്ണൻ മരിച്ചവരുടെ ലോകത്തേക്ക് ഒരിക്കൽ കൂടി പോകുന്നതിനും തൻ്റെ സഹോദരന്മാരെ ജീവിച്ചിരിക്കുന്നവരുടെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും തീരുമാനിച്ചു. അപ്പോൾ അവസാനം വസുദേവനും ദേവകിക്കും തൻ്റെ 8 മക്കളെയും ഒരുമിച്ച് കാണുവാൻ സാധിക്കുമല്ലോ. യമൻ സമ്മതിച്ചു. പക്ഷേ ആ കുട്ടികൾ യമലോകത്തില്ല. പിന്നെയോ ഒരു അസുരൻ ഭരിക്കുന്ന ഭൂമിക്കടിയിലുള്ള ഒരു രാജ്യമായ സുതലത്തിലാണ് അവർ ഉള്ളത്. അതുകൊണ്ട് ശ്യാം സുതലത്തിലേക്ക് പോയി അവിടെ അസുര രാജാവായ ബലിയെ കണ്ടു. സുതലത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ
ബലി അവനെ ഉടനടി തിരിച്ചറിഞ്ഞു. നീ നാരായണനാണ്, നീ വിഷ്ണുവാണ്. ഞാൻ 3 ലോകങ്ങളുടെയും രാജാവായിരുന്നപ്പോൾ നീ ഒരു ബാലകൻ്റെ രൂപത്തിൽ എന്നെ സമീപിച്ച് 3 അടി ഭൂമി ചോദിച്ചു. നിന്റെ ചെറിയ കാലടികൾ 3 ലോകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എൻ്റെ രാജ്യത്തിൽ വളരെ എളുപ്പത്തിൽ ഉൾക്കൊള്ളുമല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷേ നീ എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. നീ ഒരു രാക്ഷസനായി മാറി. വെറും 2 അടികൾ കൊണ്ട് നീ ഭൂമിയും ആകാശവും രണ്ടിനും ഇടയിലുമുള്ള ഇടവും മൂടി. നിന്റെ 3ാമത്തെ അടി വയ്ക്കുവാൻ മുമ്പേ തന്നെ നിന്റെ സ്വന്തമല്ലാത്ത ഒരു ഇടവും ബാക്കിയുണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ എൻ്റെ തല നൽകി. വിഷ്ണു ഈ 3 ലോകവും അതിൽ കൂടുതലും ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നീ ഭൂമിക്കടിയിലുള്ള ഈ ലോകത്തേക്ക് എന്നെ തള്ളിയിട്ടു. നിന്റെ ഇവിടേക്കുള്ള ആഗമനം ഞാൻ ഏറെ നാളായി കാത്തിരിക്കുകയായിരുന്നു. ശ്യാം ബലിയോട് തൻ്റെ ആഗമനോദ്ദേശ്യം അറിയിച്ചു. ദേവകിയുടെ 6 മക്കളെയും ഭൂമിയിലേക്ക് മടക്കി എടുത്തുകൊള്ളുവാൻ രാജാവ് അവനെ അനുവദിച്ചു. അവസാനം താൻ ഗർഭം ധരിച്ച 8 പുത്രന്മാരാൽ വലയം ചെയ്യപ്പെട്ട് തനിക്ക് ലഭ്യമാവുമെന്ന് ഒരിക്കലും നനച്ചിട്ടില്ലാത്ത ഒരു സബലീകരണം അവൾ അനുഭവിച്ചു. പക്ഷേ അപ്പോൾ കുട്ടികൾ അപ്രത്യക്ഷരായി. നശ്വര ലോകവുമായിട്ടുള്ള അവരുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പേരുകൊണ്ടോ രൂപം കൊണ്ടോ പരിധി നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത അമരത്വത്തിൻ്റെ രാജ്യത്തിലേക്ക് അവർ മടങ്ങിപ്പോയി. ജനനത്തോടെ മരിക്കുന്ന ദേവകിയുടെ സന്താനങ്ങൾ തങ്ങളുടെ മുൻ ജന്മങ്ങളിൽ പുനർജന്മത്തിൻ്റെ ചക്രത്തിൽ നിന്ന് മുക്തി തേടാൻ ആഗ്രഹിച്ച അസുരന്മാരായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദീപാവലി ആഘോഷത്തിനിടയിൽ ഭൂമിക്കടിയിലുള്ള രാജ്യത്തേക്ക് ബലിയെ തള്ളിവിടുന്നത് ഹിന്ദുക്കൾ ആഘോഷിക്കുന്നു. ഓണക്കാലത്ത് കേരളത്തിലെ ആളുകൾ ക്ഷേമൈശ്വര്യങ്ങൾ സാധ്യമാക്കുന്നതിലേക്കായി ബലിയുടെ വാർഷിക ഉയിർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കുന്നു. അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുന്ന ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെ അപേക്ഷിച്ച് തൻ്റെ മഹാമനസ്കതയിലൂടെ അസുര രാജാവായ ബലി വ്യത്യസ്തനാകുന്നു. അസുരന്മാർ ഭൂമിക്കടിയിലുള്ള പ്രദേശങ്ങളിലും ദേവന്മാർ ആകാശപ്രദേശങ്ങളിലും വസിക്കുന്നു. അവരെ നന്മയുടെയും തിന്മയുടെയും ശക്തികളായി വിഭജിക്കുന്നത് ഹിന്ദു പുരാണേതിഹാസങ്ങളെക്കുറിച്ചുള്ള വികലമായ ധാരണയാണ് വെളിവാക്കുന്നത്. ജിനസേനൻ്റെ ഹരിവംശപ്രകാരം ദേവകിക്ക് ഗജകുമാരൻ എന്ന് വിളിച്ചിരുന്ന ഒരു പുത്രനുണ്ട്. അയാൾ ജൈനമത പുരാണേതിഹാസങ്ങളിലെ ധീരോദാത്തമായ താപസവൃത്തിക്ക് അനുസൃതമായി തൻ്റെ വിവാഹ ദിവസം ഈ ലോകം ഉപേക്ഷിക്കുന്നു. യമലോകവും സുതലവും പോലെ ഭൂമിക്കടിയിൽ അനേകം രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന ആശയം പൗരാണിക സാഹിത്യത്തിലും ബുദ്ധമത സാഹിത്യത്തിലും ആവിർഭവിക്കുന്നുണ്ട്. ഗ്രീക്ക് ആശയമായ മരിച്ചവരുടെ ലോകം ക്രിസ്തുമതത്തിലെ ഒരുപക്ഷെ സൗരാഷ്ട്രയിൽ മതത്തിലെയും ശിക്ഷയ്ക്കുള്ള സ്ഥലമായ നരകവുമായി ഏകീകരിക്കുന്നുണ്ട്. അടുത്ത ഭാഗം ഉദ്ധവൻ എന്ന ദൂതൻ. തൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ശേഷം ശ്യാം മധുരയിലേക്ക് മടങ്ങുന്നു. അവൻ ഇപ്പോൾ എത്ര വ്യത്യസ്തനായി കാണപ്പെടുന്നു. വളരെ പരിഷ്കൃതനായി, വളരെ നാഗരികനായി എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. എങ്ങനെയാണ് കംസൻ്റെ വിധവകളായ അസ്ഥിയും പ്രാപ്തിയും മധുര വിട്ട് മഗധയിൽ തങ്ങളുടെ പിതാവിൻ്റെ വീട്ടിലേക്ക് പോയതെന്നും അവർ അടക്കിയ ശബ്ദത്തിൽ സംസാരിച്ചു. അവരുടെ മുഖങ്ങളിലെ ഉത്കണ്ഠ ശ്യാം ദർശിച്ചു. മാനുകൾ കടുവകളെ എന്ന പോലെ അവർ ജരാസന്ധനെ ഭയന്നു. ഗോപാലകൻ എന്ന നിലയിലുള്ള തൻ്റെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞുവെന്ന് ശ്യാം തിരിച്ചറിഞ്ഞു. അവന് ഇനി ഒരിക്കലും സമാധാനമുള്ള ആ ഗ്രാമപ്രദേശത്തേക്ക് തിരിച്ചു പോകുവാൻ കഴിയില്ല. പുല്ലാങ്കുഴൽ വാദനം നടത്താനാവില്ല. ഗോപികമാരുടെ ഒപ്പം ചന്ദ്രികാചർച്ചിതരാവുകളിൽ ലോകത്തെക്കുറിച്ച് ഒന്നുമേ ആലോചിക്കാതെ നൃത്തം ചെയ്യുവാൻ കഴിയില്ല. രാജാക്കന്മാരുടെയും രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെയും ലോകം
അവനെ കാത്തിരിക്കുകയാണ്. ഗ്രാമത്തിലുള്ള തൻ്റെ ചങ്ങാതിമാർ തൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള വൃഥാ പ്രതീക്ഷകൾ മുറുകെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നത് തടയാനായി തൻ്റെ കുടുംബത്തോടും ചങ്ങാതിമാരോടും അവസ്ഥ വിശദീകരിച്ചു കൊടുക്കുന്നതിനായി ഉദ്ധവനോട് വൃന്ദാവനത്തിലേക്ക് ദൂതു പോകുവാൻ അവൻ അഭ്യർത്ഥിച്ചു. ഉദ്ധവൻ മധുര നിവാസിയായിരുന്നു. ഏതാണ്ട് ശ്യാമിൻ്റെ അതേ പ്രായം. സാന്ദീപനിയുടെ ആശ്രമത്തിൽ ശ്യാമിൻ്റെ സതീർത്ഥ്യനുമായിരുന്നു. തുടക്കം മുതൽ ആദ്യകാലത്ത് അവൻ്റെ ഗോപാലക രീതികളെക്കുറിച്ച് മറ്റുള്ളവർ പരിഹസിച്ചപ്പോഴും ഉദ്ധവൻ ശ്യാമിനോട് ബഹുമാനത്തോടും സ്നേഹത്തോടുമാണ് പെരുമാറിയിരുന്നത്. സാമൂഹിക അധികാര ശ്രേണിയിലുള്ള തങ്ങളുടെ സ്ഥാനമാനത്തിനപ്പുറം ആളുകളെ വിലമതിക്കുന്ന ഒരു യഥാർത്ഥ സുഹൃത്തിനെ ശ്യാം അവനിൽ കണ്ടു. പ്രിയ സ്നേഹിത, ശ്യാം അഭ്യർത്ഥിച്ചു, വൃന്ദാവനം വരെ ഒന്ന് പോകണം. മുമ്പ് വാഗ്ദാനം നൽകിയിരുന്നതുപോലെ അങ്ങോട്ട് മടങ്ങി വരാൻ എനിക്ക് സാധിക്കില്ലെന്ന് അവിടെയുള്ള ഗോപന്മാരോടും ഗോപികമാരോടും പറയണം. അവർ കരയും, വാക്കുപാലിക്കാത്തതിന് എന്നെ ശപിക്കും. നിനക്കും വിദ്യാഭ്യാസമുണ്ട്. അവരെ സമാശ്വസിപ്പിക്കുന്നതിനുള്ള വാക്കുകൾ നിനക്ക് തീർച്ചയായും അറിയാമായിരിക്കും. ബ്രജ് ഭാഷയിൽ ഉദ്ധവനെ ഉദ്ധോ എന്നാണ് പരാമർശിക്കുന്നത്. ഉദ്ധവൻ ഭാഗവത പുരാവൃത്തത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ആദ്യം രാധയിൽ നിന്നുള്ള കൃഷ്ണൻ്റെ വേർപിരിയലിന് സാക്ഷ്യം വഹിച്ചയാൾ എന്ന നിലയിലും പിന്നീട് കൃഷ്ണൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിച്ചയാൾ എന്ന നിലയിലും. കൃഷ്ണപുരാവൃത്തത്തിൽ സൗഹൃദം ഒരു പ്രധാന പ്രമേയമാണ്. വൃന്ദാവനത്തിൽ ഒരു ഗോപാലകനായിരുന്നപ്പോൾ കൃഷ്ണൻ്റെ സ്നേഹിതരായിരുന്നു ശ്രീധാമനും സുബാലനും. മധുരയിൽ അത് ഉദ്ധവനായി. പിൽക്കാലത്ത് അവൻ അർജുനനും ദ്രൗപദിയും ആയി ചങ്ങാത്തം സ്ഥാപിച്ചു. അടുത്ത ഭാഗം രാധ എന്ന അധ്യാപിക. ഉദ്ധവൻ്റെ തേര് വൃന്ദാവനത്തിൽ പ്രവേശിച്ചപ്പോൾ ഗ്രാമം മുഴുവനും എല്ലാ ഗോപാലകരും ഗോപികമാരും അതിനെ സ്വാഗതം ചെയ്യാനായി ഓടിക്കൂടി. നോക്കൂ നന്ദ, ശ്യാം ഇനി തിരിച്ചു വരില്ല എന്ന് നീ പറഞ്ഞില്ലേ? പക്ഷെ നോക്കൂ, അവൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്നേഹനിധിയായ കണ്ണൻ എല്ലായ്പ്പോഴും അവൻ്റെ വാക്ക് പാലിക്കുമെന്ന് ഞങ്ങൾ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? പക്ഷെ തേരിനുള്ളിൽ ഉദ്ധവനെ കണ്ടപ്പോൾ എല്ലാവരും നിരാശരായി. ശ്യാമിൻ്റെ സന്ദേശം ഉദ്ധവൻ അവർക്ക് നൽകിയപ്പോൾ അവരുടെ മുഖങ്ങൾ നിരാശ കൊണ്ട് നിറഞ്ഞു. യശോദ, രോഹിണി, ശ്യാമിനൊപ്പം കളിച്ച ഗോപാലകർ, അവനെ ചുറ്റും നൃത്തം ചെയ്ത ഗോപികമാർ എല്ലാവരും തകർന്നുപോയി. നന്ദൻ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് നിഷ്പ്രയോജനകരമായിരുന്നു. ഉദ്ധവർ അവരുടെ ധാരണാശക്തിയോട് അപേക്ഷിച്ചു. ശ്യാം പോയി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം ഒരു നാൾ പോകും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ വിട്ടുപോകുമ്പോൾ കടുത്ത മാനസിക പീഡനം നമ്മൾ അനുഭവിക്കും. അത് ലോകത്തിൻ്റെ പ്രകൃതമാണ്. അത് മായയാണ്, വെറും വ്യാമോഹം. അത് സംബന്ധിച്ച് വളരെ കൂടുതൽ അലോസരപ്പെടരുത്. എല്ലാ വ്യാമോഹങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം തേടുക, മോക്ഷം അന്വേഷിക്കുക. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഭോഗങ്ങളിൽ ആസക്തമാകുന്നതിന് അനുവദിക്കാതിരിക്കുക. പകരം നിങ്ങളുടെ വികാരങ്ങൾക്ക് യോഗശാസ്ത്രം കൊണ്ട് മുഖം വയ്ക്കുക. അങ്ങനെയുള്ള വേർപെടുത്തൽ നിങ്ങളെ നിങ്ങളുടെ തലയിലെയും ഹൃദയത്തിലെയും പ്രക്ഷുബ്ധതയിൽ നിന്ന് വഴിമാറ്റിക്കും. നിങ്ങളുടെ ആത്മാവിൻ്റെ നിശ്ചലതയും സ്വച്ഛതയുമായി സമ്പർക്കം പുലർത്തുന്നതിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. മരണമില്ലാത്ത ആത്മാവിൽ നിങ്ങൾ ശ്യാമിനെ കണ്ടെത്തും. നിങ്ങളുടെ മകനോ സഹോദരനോ സുഹൃത്തോ സ്നേഹിതനോ അല്ലാത്ത ശ്യാം എന്ന ദൈവത്തെ. പക്ഷേ ഉദ്ധവൻ്റെ വാക്കുകളിൽ രാധ ആശ്വാസമൊന്നും കണ്ടെത്തിയില്ല. അവൾ വികാരാധീനയായി പറഞ്ഞു, വിച്ഛേദിക്കുവാനും ഒന്ന് വിട്ട് മറ്റൊന്നിലേക്ക് പോകുവാനുമോ? ഒരിക്കലുമില്ല. ഒരു പൂവിൻ്റെ തേൻ നുകർന്നിട്ട് മറ്റൊരു പുഷ്പം തേടിപ്പോകുന്ന ഒരു കറുത്ത തേനീച്ചയായിരിക്കാം ശ്യാം. പക്ഷേ ഒന്ന് വിട്ട് മറ്റൊന്നിലേക്ക് പോകുവാൻ സാധിക്കാത്ത
പോകുകയില്ലാത്ത പൂവുകളാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഇതളുകളിൽ ഞങ്ങൾ അവനെ മൂടി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അവൻ്റെ സ്നേഹവായ്പ അറിഞ്ഞിട്ടുള്ളതിനാൽ ഓർമ്മകൾ എന്നും ഉജ്ജ്വലമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. നമ്മെ വിട്ടുപോകുവാൻ അവൻ അനുവദിക്കുമായിരിക്കും, പക്ഷേ അവൻ ഞങ്ങളെ വിട്ടുപോകുവാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല. നിരുപാധികമായി സ്നേഹിക്കപ്പെട്ട് യാതൊന്നും പ്രതീക്ഷിക്കാതെ അവൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നേക്കും വസിക്കും. ഞങ്ങൾ അവനുമായി ഒന്നിക്കുന്നതിന് കൊതിക്കും, പക്ഷേ അവനെ അവൻ്റെ ചുമതലകളിൽ നിന്ന് ഒരിക്കലും എടുത്തുകൊണ്ടു പോവുകയില്ല. ഞങ്ങളുടെ അന്തമില്ലാത്ത തീവ്രാഭിലാഷം കൊണ്ട് ഞങ്ങൾ എന്നെന്നും അവനുമായി ബന്ധിതരായിരിക്കും. മോക്ഷം നീട്ടിത്തരുന്ന നിശ്ചലതയും സ്വച്ഛതയും മൂലം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ ഉദ്ധവൻ. പക്ഷേ വ്യാമോഹത്തിൻ്റെ മായയുടെ ഈ മധുരമുള്ള ദുരിതത്തോടെ തന്നെ തുടർന്നും ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുക. താൻ എന്നും ആരാധിച്ചിരുന്ന ഒരു ജിതേന്ദ്രിയ തപസ്വിയുടെ യുക്തിസഹസമായ നിസ്സംഗതയിൽ നിന്നും തികച്ചും വിഭിന്നമായി രാധയ്ക്ക് ശ്യാമിനോടുള്ള അത്യുത്കടമായതും നിരുപാധികവുമായ സ്നേഹം ഉദ്ധവനെ സ്തബ്ധനാക്കി കളഞ്ഞു. വൃന്ദാവനത്തിലെ വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി വന്ന അവൻ കൂടുതൽ ജ്ഞാനം ആർജിച്ച ഒരു മനുഷ്യനായി മടങ്ങിപ്പോയി. വികാരങ്ങളിൽ കാര്യമുണ്ട്, തീവ്രമായി അഭിലഷിക്കുന്നതിന് കാര്യമുണ്ട്. തലയ്ക്കും ആത്മാവിനും മാംസവും ഹൃദയവും അർത്ഥവും നൽകി ഉദ്ധവൻ മധുരയിലേക്ക് മടങ്ങിപ്പോയപ്പോഴേക്കും മായ ഇനിമേൽ ഭയപ്പെടുത്തുന്ന ഒന്ന് അല്ലാതായി മാറിയിരുന്നു. അത് ഒരു അധ്യാപകനാണ്, മോക്ഷത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു മാധ്യമം. ഭാഗവത പുരാണത്തിൽ ഉദ്ധവൻ ഗോപികമാരെ വെറുതെ കാണുന്നു എന്നേയുള്ളൂ. പക്ഷേ പ്രചാരമുള്ള പുരാവൃത്തത്തിൽ അവൻ രാധയുമായി സംഭാഷണം നടത്തുന്നുണ്ട്. അവൾ അഭിസംബോധന ചെയ്യുന്നത് ഉദ്ധവനെയല്ല, മറിച്ച് അവളുടെ പാദത്തിൽ സ്പർശിക്കുവാൻ ശ്രമിക്കുന്നു എന്നതുപോലെ തോന്നിപ്പിക്കുന്ന മൂളൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു വൻ തേനീച്ചയോടാണ്. ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് നീങ്ങുന്ന വൃന്ദാവനത്തിലെ സ്ത്രീകളിൽ നിന്ന് മധുരയിലെ സ്ത്രീകളിലേക്ക് നീങ്ങുന്ന ആ തേനീച്ച കൃഷ്ണനാണെന്ന് അവൾ തിരിച്ചറിയുന്നു. പരിത്യാഗത്തിൻ്റെ ഈ പ്രകാശനം ഭ്രമരഗീത അഥവാ തേനീച്ചയുടെ പാട്ട് എന്നറിയപ്പെടുന്നു. വൃന്ദാവനത്തിലും തദ്ദേശീയമായ മധുര മാഹാത്മ്യത്തിലും ഉദ്ധവൻ വൃന്ദാവനത്തിൽ സന്ദർശിച്ച സ്ഥലങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. രാധയുടെ ഭക്തി കണ്ട് അത്രത്തോളം മനസ്സ് ഇളകിയതിനാൽ അവൻ ഒരു വള്ളിച്ചെടിയായി അവിടെ തന്നെ തുടർന്നും കഴിഞ്ഞുകൂടുവാൻ തീരുമാനിച്ചുവെന്നും അവർ പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം അഭയാർത്ഥി എന്നുള്ള ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു.